വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നാണ് കറിവേപ്പില ചെമ്മീൻ. വെളിച്ചെണ്ണയിൽ വറുത്ത കറിവേപ്പിലയുടെ മണവും ഈ ചെമ്മീൻ്റെ രുചിയും കൂടെ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു രുചിയാണ് ഈ ഡിഷിനുള്ളത്. ഒരു പിടി നല്ല കറിവേപ്പിലയുണ്ടോ, ഉച്ചയൂണിന് നല്ല ഒരു ഡിഷ് നമുക്കുണ്ടാക്കി. ഈ ഡിഷ് നിങ്ങൾ പാകം ചെയ്യുമ്പോൾ വീട്ടിലുള്ള മറ്റുള്ളവർ വിളിച്ച് ചോദിക്കും പിന്നെ എന്താണ് ഒരു പുതിയ ഡിഷ് എന്ന്. അത്രയ്ക്ക് നല്ല ഒരു മണമാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലെ നല്ല ഫ്രഷായ ഒരു പിടി കറിവേപ്പില ആവശ്യമുണ്ട്. ഒരു 400 ഗ്രാം ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം ക്ലീൻ ചെയ്തതാണ്. പിന്നെ കുറച്ച് ചുവന്നുള്ളി, ഇത് ഞാനൊരു 10-11 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക്, 5 വെളുത്തുള്ളി അല്ലി, 1 ടീസ്പൂൺ കുരുമുളക്. ഇത് പച്ചക്കുരുമുളകാണെങ്കിൽ നല്ലത്. പിന്നെ ഉപ്പും വെളിച്ചെണ്ണയും അല്പം വിനാഗിരി. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാനുണ്ട്. ചുവന്നുള്ളി, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കുരുമുളക്. ഇനി കുരുമുളക് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്താൽ മതി. പിന്നെ കുറച്ച് കറിവേപ്പിലയാണ് ഇതിനകത്ത് കൂടുതലും വേണ്ടിയത്. കുറച്ച് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, നമുക്ക് വേണ്ടിയതാണ്. ഒരു 2 ടീസ്പൂൺ വിനാഗിരി, ഉപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കണം. അതെ, ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല, ഈ വിനാഗിരി മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. ഈ അരപ്പ് ചേർത്ത് ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഉപ്പ് ഒരൽപ്പം പോരായികയാണ്, അതും കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് തന്നെ തിരുമ്മി വെക്കണം. ഇത് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ചൂടായ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് 10 മിനിറ്റായി. ഈ എണ്ണയിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇത് ചെമ്മീനകത്തുനിന്ന് ഇറങ്ങിയ വെള്ളമാണ് ഇതിനകത്തുള്ളത്. ഇത് അടച്ച് വെക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ചെമ്മീന് ഒത്തിരി വേവൊന്നുമില്ലല്ലോ, ഒരു 7-8 മിനിറ്റ് അത്രയും വെന്താൽ മതി. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് ഈ വെള്ളം ഒന്ന് വറ്റിച്ച് വേവിച്ചെടുക്കുക. അടച്ച് വെച്ചാൽ ഒത്തിരി അങ്ങോട്ട് വെള്ളം ഒത്തിരി കിടക്കും. ഇതിപ്പോൾ ഈ ചെമ്മീനകത്തുനിന്ന് ഇച്ചിരിയും കൂടെ വെള്ളം ഇറങ്ങി വരും ചൂടാകുമ്പോഴത്തേക്കും. അങ്ങനെയാണല്ലോ, ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇപ്പോൾ ഒരു 7 മിനിറ്റോളമായിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വെള്ളമൊക്കെ കുറുകി ഗ്രേവിയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഡിഷ് നിങ്ങൾ പാകം ചെയ്യുമ്പം വീട്ടിലുള്ള മറ്റുള്ളവർ വിളിച്ച് ചോദിക്കും പിന്നെ എന്താണ് ഒരു പുതിയ ഡിഷ് എന്ന്. അത്രയ്ക്ക് നല്ലൊരു മണമാണ് ഇതിന് വരുന്നത്. നല്ലൊരു മണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. അപ്പം ഇത് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ് ഈ കറിവേപ്പില ചെമ്മീൻ. രുചിയോ അതിഭയങ്കരമാണ്. വറുത്ത് വെച്ചിരിക്കുന്ന ഇതിൽ കൂടി കുറച്ച് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ബാക്കി വെച്ചിരിക്കുന്ന കറിവേപ്പില വറുത്ത് ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. ചെമ്മീൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും വീണ്ടും ചോദിച്ചു വാങ്ങുന്ന ഒരു കറിയാണ് ഇത്. എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള പുതുമയുള്ള വിഭവങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.